ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. പ്രധാനപ്പെട്ട 4-5 അപ്ഡേറ്റുകൾ പെട്ടെന്ന് പറയുന്നു, പെട്ടെന്ന് പോകുന്നു. ഒന്നാമത്തെ അപ്ഡേറ്റ്, മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഉണ്ണിമാമന്റെ ഏറ്റവും പുതിയ സിനിമ, ഉണ്ണി മുകുന്ദൻ പ്രധാന റോളിലെത്തുന്ന സിനിമ. അറിയാം, മിഖായൽ എന്ന് പറഞ്ഞ സിനിമയിലെ വില്ലൻ റോളായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രേക്ഷക ശ്രദ്ധ കിട്ടിയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ഒരുപക്ഷെ ഉണ്ണി മുകുന്ദന്റെ ഇതുവരെയുള്ള ഒരു സിനിമ ലൈഫിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലൻ റോളായിട്ടുള്ള മാർക്കോ ആയിരിക്കും പറയാം. അതിന്റെ ഒരു സ്വാഗും ആ ഒരു സ്ക്രീൻ പ്രസൻസും എല്ലാം ഭയങ്കരം തന്നെയായിരുന്നു. സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ മിഖായിലിന്റെ സംവിധാനം തന്നെ ആയിട്ടുള്ള നമ്മുടെ ഹനീഫ് അദാനി തന്നെയാണ്. എന്തായാലും അതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. റിയാക്ട് ചെയ്യുമ്പോൾ വെച്ച് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് കാണുന്നത്, ഇന്ന് വരുന്ന എനിക്കറിയില്ലായിരുന്നു. എനിവേ, ഇതാണ് ഫസ്റ്റ് ലുക്ക് ഓഫ് മാർക്കോ. ഫസ്റ്റിന് അങ്ങനെയാണ് പറയാനുള്ളത്. ഫുൾ ചോര, മുഖത്തും ഡ്രസ്സിലും കഴുത്തിലും കത്തിയിലും വായിലും ചെവിയിലും ഒക്കെ ചോര ഏൽപ്പിച്ച് നിൽക്കുന്ന ഒരു വളരെ വയലന്റ് ആയിട്ടുള്ള, ആരെയോ കുത്തി 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 കൊന്നിട്ട് നിൽക്കുന്ന, അല്ലെ, അവിടെ ആവേശത്തിൽ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. സംഭവം എന്തായാലും നൈസ് ആയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത് കൊള്ളാം. കാരണം ഇതിന്റെ ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇദ്ദേഹം ചെയ്യുന്ന ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ക്യാരക്ടറും ഒരുപക്ഷെ ഇതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കേട്ടിരുന്നു പല ആളുകളും. പല കമന്റുകളും പല സ്ഥലങ്ങളിലും കണ്ടിരുന്നു. എന്തായാലും മാർക്കോ ഇത് ഫുൾ ഒരു എന്താ പറയാ, ഇന്റർനാഷണൽ ഡ്രസ്സിങ്ങിൽ പുള്ളി ഈ കത്തിയൊക്കെ അടിച്ച് വെക്കുന്ന സാധനം. ഇതിന് മുമ്പൊരു സാധനം വന്നിട്ട്, ഈ മരം മുറിക്കുന്ന സാധനം കൊണ്ട് ഏതോ ഒരാളെ കയ്യും കാലൊക്കെ മുറിച്ച് കഷ്ണാക്കി ഇട്ടിരിക്കുന്ന പോലെ ചോരയിൽ നിൽക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഫുൾ ഇത് തന്നിട്ടുള്ള എല്ലാ സംഭവവും അങ്ങനെ തന്നെയാണ്. ഈ സിനിമയെ കുറിച്ച് വന്നിട്ടുള്ള എല്ലാ സംഭവവും വയലൻസ് ആണെന്നുള്ള രീതിയിൽ തന്നെ തന്നിട്ടുള്ളത്. ഫുൾ വയലന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത് വെൻ ദെയർ റീസൺസ് എൻഡഡ് ഹിസ് നൈഫ് ബിഗാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മാർക്കോ കില്ലിംഗ് സൂൺ. കണ്ടില്ലേ, അവിടെയും കൊടുത്തിരിക്കുന്നത് തന്നെ കില്ലിംഗ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫുൾ അത്തരത്തിലുള്ള ഒരു പടം തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം ഇവരങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റും. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞാൽ തന്നെ പറയുള്ളൂ. ഹനീഫ് അദാനിയിലാണ് പ്രതീക്ഷ പ്രധാനമായിട്ടും. കാരണം പുള്ളിക്കാരന്റെ സിനിമകളുടെ മേക്കിംഗ് സ്റ്റൈൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഒന്നല്ല റാംകോ, സൈക്കോല എന്റെ പിന്നീ. എന്തായാലും ഷെരീഫ് മുഹമ്മദ് ഇൻ അസോസിയേഷൻ വിത്ത് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് പ്രസൻസ് ഉണ്ണി മുകുന്ദൻ ഇൻ ആൻഡ് ആസ് മാർക്കോ. ഹനീഫ് അദാനി സംവിധാനം, ഷെരീഫ് മുഹമ്മദ്, അതുപോലെ അബ്ദുൽ 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 അത്താഫോ എന്താണ്, എനിവേ പുള്ളിക്കാരനും കൂടിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. രവി ബാസറാണ് മ്യൂസിക്. സോ മ്യൂസിക്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ഈ മിഖായിലാണെങ്കിലും വില്ലൻ വരുമ്പോഴുള്ള മ്യൂസിക് നായകനേക്കാളും പൊളിയായിരുന്നു. ഒരു കിടുന്ന സാധനമായിരുന്നു. എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ കണ്ടറിയാം എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ്, നമ്മുടെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ചു വരുന്ന സിനിമയാണല്ലോ നമ്മുടെ ബാറോസ് എന്ന് പറഞ്ഞുള്ള സിനിമ. ബാറോസ് സിനിമ എല്ലാ തവണയും പറയേണ്ട ഒരു പ്രധാന കാരണം, ഒരു വിഭാഗം ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാണുകയും മറ്റൊരു വിഭാഗം ഇത് പൊളിയാവുമെന്ന് പറയുകയും ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടക്കം വന്നിട്ടുള്ള പല സാധനങ്ങളും എനിക്ക് പേഴ്സണലി നല്ലൊരു പക്ക ഫാന്റസി മൂവിക്ക് പറ്റിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഹോളിവുഡ് സിനിമയ്ക്ക് ഒരു താരതമ്യം തോന്നുന്ന രീതിയിൽ തന്നെ വളരെ നന്നായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സിനിമയുടെ റിലീസ് ഓണത്തിന് എത്തുന്നുള്ളത് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡേറ്റ് മാറ്റി എന്നുള്ളൊരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബാറോസ് ഓണത്തിന് തന്നെയാണ് എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനിയും വൈകില്ലെന്നും സെപ്റ്റംബറിൽ ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നും റിപ്പോർട്ട്. സിനിമാ ജീവിതത്തിൽ 45 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ആദ്യമായി മോഹൻലാൽ സംവിധായകന്റെ കുപ്പായം അണിയുന്നു എന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല സവിശേഷത, അത് ഏറ്റവും വലിയ സവിശേഷത ആണ് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഒരു അത്രയും ഒരു ഫാന്റസി, പക്ക ഫാന്റസി, 100% ഒരു ഫാന്റസി സിനിമ മലയാളത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കുറെ വർഷങ്ങൾക്ക് ശേഷം, ഇതിനു മുമ്പ് പലതും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും പക്കയായിട്ടൊരു ഫാന്റസി സിനിമ വന്നിട്ടില്ല എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. എന്തായാലും സിനിമ ഞാൻ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. ആ കഥയും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ജോണറാണ്. എന്തായാലും നെക്സ്റ്റ് വൺ, കൽക്കി 2898 AD. ട്രെയിലർ വന്ന് ബ്രഹ്മാണ്ഡം എന്ന് ഉറപ്പിച്ചിരിക്കുന്ന, ഭുജ് എന്ന് പറഞ്ഞ ഒരു ഗ്ലിംസ് എന്ന് ബ്രഹ്മാണ്ഡം എന്ന് വീണ്ടും ഉറപ്പിച്ചിരിക്കുന്ന, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ബ്രഹ്മാണ്ഡ സിനിമ. 600 കോടി ബഡ്ജറ്റിൽ വരുന്ന പ്രഭാസിന്റെ നെക്സ്റ്റ് ഫിലിം. പോരാത്തിന് കമൽഹാസൻ വില്ലനായിട്ട് വരുന്നു. അത് അടക്കമല്ല നമ്മുടെ ദീപിക പദുക്കോൺ അടക്കം, അമിതാഭ് ബച്ചൻ അടക്കം ഒരുപാട് വലിയ കാസ്റ്റാണ് സിനിമയിലുള്ളത്. സിനിമയുടെ ഗ്ലിംസ് പ്രൊമോ, ഒരു സോങ്ങിന്റെ പ്രൊമോ ഇന്നലെ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ ഫുൾ വേർഷൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സോങ് ഓഫ് ദ ഇയർ, കൽക്കി ഫ്രം
ടുമോറോ എന്ന് പറഞ്ഞിട്ടാണ് സാധനം തന്നിരിക്കുന്നത്. 2-3 പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എത്ര മണിക്കാണെന്നുള്ളത് അവർ കൊടുത്തിട്ടില്ല. വൈകുന്നേരം 3 മുതൽ 4 മണി വരെയുള്ളതിന്റെ ടൈമിൽ വരും എന്നുള്ള രീതിയിലും സംസാരം കേൾക്കുന്നുണ്ട്. അടുത്തത് ദി ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, തലപതി വിജയുടെ അടുത്തായിട്ട് വരാനിരിക്കുന്ന വെങ്കട് പ്രഭു ചിത്രം. മോസ്കോയിലൊക്കെയാണ് ഇതിന്റെ പല പ്രധാനപ്പെട്ട ഷൂട്ടിങ്ങും നടന്നിട്ടുള്ളത്. അവിടെ ആക്ഷൻ രംഗങ്ങളാണ് നടക്കുന്നത്. സിനിമയിലെ കഥാപാത്രങ്ങളോളം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് മോസ്കോ എന്ന് പറയുന്ന ലൊക്കേഷൻ. അവിടെയാണ് പ്രധാനപ്പെട്ട പല സംഭവങ്ങളും വരുന്നത്. ഒരുപാട് സൈഫൈ സിനിമ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും, ലാബ് അടക്കമുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മോസ്കോയിലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സിനിമയുടെ അപ്ഡേറ്റ് ഒന്നും കുറച്ചായിട്ട് വരുന്നില്ല. പക്ഷെ ഈ വരുന്ന 22-ാം തീയതി ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ള വിജയ് ആരാധകർക്കൊക്കെ അറിയാം. വിജയുടെ ബർത്ത്ഡേ ആണ്. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീസർ വരും എന്നാണ് പറയുന്നത്. ടീസർ എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിലിപ്പോൾ വിസിൽ പോഡ് എന്ന് പറഞ്ഞ പാട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും തേർഡ് ലുക്കും ഒക്കെ വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അത് ടീസർ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ തലപതി വിജയുടെ ലുക്ക് കാണിക്കുന്ന രീതിയിലുള്ളൊരു ചെറിയ ഗ്ലിംസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് 95% ഒരു ടീസർ ആയിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ എന്തായാലും വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം സിനിമയുടെ വിസിൽ പോഡ് എന്ന് പറഞ്ഞ പാട്ട് 2 തരത്തിൽ അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ വളരെ ചളി എന്നും പറയുന്നുണ്ട്, കുറെ ആളുകൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട്. പേഴ്സണലി എനിക്ക് അതിൽ ലാസ്റ്റ് മിനിറ്റ് വരുന്ന ഒരു ഡാൻസിന്റെ ഒരു പോർഷൻ ഉണ്ട്. അത് ഭയങ്കരമായിട്ടൊരു കിട്ടുകാഴ്ച സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്തായിട്ട് പറയാനുള്ളത് കങ്കുവ, കങ്കുവ. സൂര്യയുടെ ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ. മാത്രമല്ല കങ്കുവിനെ വന്നിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും 1 by 1 കിടിലായിരുന്നു. കങ്കുവ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു പൊട്ടത്തെറ്റ്, ഒരു ഭയങ്കരമായ മണ്ടൻ വാർത്ത എയറിലുണ്ട്. ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും ചെയ്തു വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ വന്നിട്ട് ഇതിലെ പാട്ടുകളടക്കം വന്ന് ടീച്ചറടക്കം വന്നിട്ട് ഇത് ഉപേക്ഷിച്ചു എന്ന് പറയാനുള്ള നിങ്ങളുടെ മൈൻഡിനെ സമ്മതിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അതൊരു പൊട്ട വാർത്തയാണ്. പേഴ്സണലി കുറെ ആളുകൾ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. പൊട്ട വാർത്തയാണ്. ഒരു പക്ഷേ ഇതിന്റെ അപ്ഡേറ്റുകളൊന്നും വരാത്തത് കൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ അമർഷം കാരണം അങ്ങനെ പടച്ചു വിട്ടതാവാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഇതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകളും നമുക്കിപ്പോൾ 2-3 ദിവസം മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദിശ പട്ടാനി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ലാണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ കൂടി ആയിട്ടുള്ള ധനഞ്ജയൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പൊങ്കൽ റിലീസിന് തീർച്ചയായിട്ടും വരും എന്നാണ്. പൊങ്കൽ റിലീസിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞതിന്റെ ഇങ്ങനെ മാറ്റും എന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പൊങ്കലിന് എന്തായാലും വരും. പിന്നെ ഇറങ്ങാനുള്ളത് വിടാമുയർച്ച അടക്കൽ 2-3 സിനിമകളാണുള്ളത്. പക്ഷെ ഒരിക്കലും വലിയ സിനിമകൾ ഒരുമിച്ച് വരില്ല. ഒരുപക്ഷെ ചെറിയ ഏതെങ്കിലും സിനിമ കങ്കുവയ്ക്കൊപ്പം വന്നേക്കാം. പക്ഷെ കങ്കുവ ഇപ്പൊ തീരുമാനിച്ചത് പ്രകാരം 100% ഞങ്ങൾ പൊങ്കലിന് തന്നെ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ധനഞ്ജയൻ പറഞ്ഞിരിക്കുന്നത്. സോ അത് അങ്ങനെ തന്നെ സംഭവിക്കാനേ സാധ്യതയുള്ളൂ. പിന്നെ പൊങ്കൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ 10 ദിവസം അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയാണ്. സോ ആ സമയത്ത് അത്രയും ദിവസം ഈ തിയേറ്റർ ഭരിക്കാൻ പോകുന്നത് ഈ സിനിമ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യത്തെ 40 മിനിറ്റ് ഭാഗം പുള്ളിക്കാരൻ കണ്ടപ്പോൾ തോന്നിയത് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ മേക്കിംഗ്, അത്രയും നല്ല വിഷൻ നമുക്ക് കിട്ടാൻ പോകുന്ന, അത് അത്രയും നല്ല വിഷ്വൽസ് ഉള്ള സിനിമയാണ് ഈ കങ്കുവ എന്നാണ് പുള്ളിക്കാരൻ തോന്നിയത് എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഇതിന്റെ എഡിറ്റിംഗ് സെക്ഷനിൽ ഇരുന്ന സമയത്ത് പല ആളുകളും ഇതിന്റെ ചില സീൻസ് കണ്ടിട്ട് ഞെട്ടിപ്പോയി. അത്രമാത്രം ഗംഭീരമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. സോ അത് ഇനി തിയേറ്ററുകളെ ഭരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ എന്തായാലും സിനിമ ഉപേക്ഷിച്ചിട്ടില്ല, അതൊരു തെറ്റായ വാർത്തയാണ്. പിന്നെ പൊങ്കൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ അവർ ആദ്യം തീരുമാനിച്ചിരുന്ന റിലീസ് ഡേറ്റും അത് തന്നെയാണ്. ഇപ്പോൾ അവർ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഡേറ്റും അത് തന്നെയാണ്. യാതൊരു മാറ്റവും അതിന് വന്നിട്ടില്ല. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റും അവർ പറഞ്ഞിരുന്നു. പൊങ്കലിന്റെ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലായിട്ടാണ്. ആ ദിവസം തന്നെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ മലയാളം ഒഴികെ പറയുകയാണെങ്കിൽ അത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണോ അതോ കങ്കുവയാണെന്നുള്ളതും തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുന്ന വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് കാണുന്നത് വരെ.